നമസ്കാരം, മെട്രിക് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവമായ രാജപ്രൗഢിയിൽ നിൽക്കുന്ന ഏറ്റുമാനൂരപ്പൻ്റെ തിരുവുത്സവ കാഴ്ചകളും അതുപോലെ തന്നെ ഏഴര പൊന്നാന ദർശനവും ഒക്കെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഏറ്റുമാനൂരപ്പൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു ഉറപ്പായിട്ട് ഞാൻ പോയിട്ട് ഏഴര പൊന്നാനയുടെ കാഴ്ചകളും അവിടുത്തെ ഭഗവാന്റെ എഴുന്നള്ളത്തൊക്കെ ഞാൻ എൻ്റെ കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിക്കാമെന്ന്. അപ്പോൾ ഞാനും അതുപോലെ തന്നെ വിഷ്ണുവൊക്കെ കൂടിയാണ് പോയത്. അപ്പോൾ നന്നായിട്ട് തൊഴാൻ പറ്റി. ശരിക്കും പറഞ്ഞ ഒരു വലിയൊരു അനുഭവമായിരുന്നു. കുറേ പ്രാവശ്യം നമുക്ക് ശീവേലിയായിട്ടും അങ്ങനെ പുറത്തെ എഴുന്നള്ളത്തൊക്കെ ആയിട്ട് തൊഴാൻ പറ്റി. പക്ഷേ ഏഴര പൊന്നാനയുടെ ഒരു 3-4 പ്രാവശ്യം തൊഴാൻ പറ്റി. 2-3 നല്ല തിരക്ക് തന്നെയായിരുന്നു അനുഭവപ്പെട്ടത്. എങ്കിൽ പോലും 4ാമത്തെ പ്രാവശ്യം ഏറ്റവും തൊട്ടടുത്ത് പോയിട്ട് ആ പടിയിൽ തൊട്ട് തൊഴാനുള്ളൊരു ഭാഗ്യം കൂടി ഉണ്ടായി. അപ്പോൾ ഇനി കൂടുതൽ കാഴ്ചകളിലേക്ക്. ഹൃദയം നീരാവി പെയ്യാമഴ ഹൃദയം. ഇപ്പോൾ ഏകദേശം
10:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല തിരക്ക് തന്നെ അനുഭവപ്പെട്ടു. അനേകം ഭക്തജനങ്ങൾ ദൂരദേശത്തു നിന്നും ഭഗവാനെ ഒന്ന് കാണാനായി വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കൂടുതലായി ഇപ്പോൾ കാണുന്നത്. സ്റ്റേജിൽ ഉത്തരാശരത്തിൻ്റെയും അതുപോലെ തന്നെ ആശാശരത്തിൻ്റെയും ഡാൻസ് നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 12 മണി ആകാറായിട്ടുണ്ട്. ഇനി ആസ്ഥാന മണ്ഡപ കാഴ്ചകളിലേക്ക്. ആസ്ഥാന മണ്ഡപത്തിൽ രാജപ്രൗഢിയോടുകൂടി ഏറ്റുമാനൂരപ്പൻ 7.5 പൊന്നാനയുമായി ഇരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അനേകായിരം ഭക്തജനങ്ങളാണ് ഇവിടെ ഭഗവാനെ ഒന്ന് കണ്ടു തൊഴാൻ വേണ്ടി നിൽക്കുന്നത്. ഞാനും അതിന് മുന്നിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഇനി കൂടുതൽ കാഴ്ചകളിലേക്ക് തന്നെ ഭഗവാനെ ഒന്ന് കണ്ട് തൊഴുത് എല്ലാ അനുഗ്രഹവും വാങ്ങാനാണ്, അതുപോലെ തന്നെ കാണിക്ക സമർപ്പിക്കാനും ഒക്കെയാണ് ഈ നിൽക്കുന്നത് ആൾക്കാർ. എല്ലാ ഭക്തജനങ്ങൾക്കും അനുഗ്രഹം ഭഗവാന്റെ ലഭിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ഉള്ള ഭഗവാന്റെ 7.5 പൊന്നാനയോടുകൂടിയ എഴുന്നള്ളത്താണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏറ്റുമാനൂരപ്പൻ്റെ എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ ഉണ്ടാവും. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ഫ്രം ജീവേഷ്.